ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പീകോക്ക് ഡിസൈൻ ആണ്. സോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചെന്ന് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഈ ഒരു പീകോക്ക് ഡിസൈൻ ആണ് കേട്ടോ. ഇത് ലെഫ്റ്റ് റൈറ്റും തിരിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഞാൻ ആ ഡിസൈൻ വരച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ താഴെ നിന്നാണ് ഇത് ചെയ്തു തുടങ്ങുന്നത്. താഴത്തൊരു ആ ഒരു കാല് പോലെയുള്ള ഭാഗത്ത് നിന്നാണ് ചെയ്തു തുടങ്ങുന്നത്. ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വർക്കിനകത്ത്, അതായത് നമ്മുടെ കസൂത്തി വർക്കിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് എൻഡാകുമ്പോൾ നോക്കുക, ഒരു ഭാഗത്തേക്ക് നമ്മളിപ്പോൾ ചെയ്തു, അത് എൻഡായിട്ട് ഇപ്പുറത്തേക്ക് ഞാൻ ഇനിയൊരു ഡിസൈൻ അതിൻ്റെ സൈഡിലേക്ക് പോകുന്നുണ്ട്. സോ ഞാൻ ആ സൈഡിലേക്കുള്ള ഡിസൈൻ ചെയ്തു. വേണമെങ്കിൽ എനിക്ക് താഴോട്ട് നോക്കുക, ഇത് താഴോട്ട് പോയിട്ട് കംപ്ലീറ്റ് ചെയ്ത് മുകളിലോട്ട് വരാം. പക്ഷെ ഞാൻ അപ്പുറത്തേക്ക് പോയി അടുത്ത താഴോട്ടുള്ളതും കൂടി ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. അതായത് ഒരു സ്ട്രെയിറ്റ് എവിടെയെങ്കിലും ഒരിടത്ത് എൻഡാകുന്ന രീതിയിലുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്ത് തിരിച്ചു വരിക. എപ്പോഴും നമ്മളിതിൻ്റെ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും, അല്ലാണ്ട് ബാക്ക് സ്റ്റിച്ച് അല്ലാണ്ട് യൂസ് ചെയ്യുക. സോ ഇത് തിരിച്ചിങ്ങനെ വരുന്നത് പിന്നെ അതിൻ്റെ ഓർഡറിൽ തിരിച്ചു വരിക. അപ്പോൾ പോയ ഭാഗത്തു കൂടി തന്നെ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നോക്കുക, ഒരു ഭാഗം നമ്മുടെ ആ ഒരു കാലിൻ്റെ ഭാഗം നമുക്ക് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതിൻ്റെ ഏകദേശം അടുത്ത് തന്നെയായിട്ട് നമ്മുടെ ഇതിനി എൻഡ് ചെയ്യുകയും ചെയ്യും കേട്ടോ, നമ്മുടെ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത മുകളിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ക്ലോസ്ഡ് ഷേപ്പ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ പീകോക്കിൻ്റെ ഹെഡ് തുടങ്ങി താഴെ വരെയുള്ള ഭാഗങ്ങൾ ക്ലോസ്ഡ് ആണ്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്കത് പോയിട്ട് തിരിച്ച് അത് ഇപ്പോൾ സർക്കിൾ ഷേപ്പിൽ, അത് എന്താ പറയുക, ക്ലോക്ക് വൈസ് ആയിട്ടുള്ളത് തിരിച്ച് വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ച് വരണം. പക്ഷേ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില സമയങ്ങളിൽ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഒരു ഫുൾ പോർഷൻ വന്നിട്ട് തിരിച്ച് വരരുത്. ഫുൾ പോർഷൻ ചെയ്യാണ്ട് ഒരു ഹാഫ് പോർഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗമോ ചെയ്തിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നം വരും. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ അത് കാണിക്കേണ്ടി വരും. ഒരു 2 കളർ പെൻ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും കാണിക്കേണ്ടി വരും. ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതെന്താ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ക്ലോസ്ഡ് ഷേപ്പ് ഉണ്ട്, ഒരു 10-12 ലൈൻസ് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമ്മൾ വേറെ രീതിയിൽ ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ അടുത്ത ഭാഗം അടുത്ത രീതിയിൽ റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് തിരിച്ചു വന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തിരിച്ച് വരുന്നത് എന്താ പറയുക, ആ നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത്, ഫുൾ സർക്കിൾ ചെയ്യുകയാണെങ്കിൽ അത് ഈവൺ നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടെങ്കിലാണ് ചെയ്യുക. അതല്ലാണ്ട് തിരിച്ചു വരിക എന്നുണ്ടെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണെങ്കിൽ നമുക്ക് പകുതി ഇങ്ങോട്ടേക്കും പകുതി അങ്ങോട്ടേക്കും ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു 12 ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് തിരിച്ചു പോയിട്ട് 11 ഒന്നിച്ച് തിരിച്ചു വരും, അല്ലെങ്കിൽ 7 എടുത്ത് തിരിച്ചു വന്നിട്ട് ബാക്കി 12 ബാക്കി എത്രയുണ്ടോ, അതായത് 5, അപ്പോൾ 2, 7, 5 ഓഡ് നമ്പേഴ്സ് ആണല്ലോ. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ 6 ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഓർഡറിൽ തിരിച്ചു വരില്ല. നമ്മൾ താഴത്തെ ലൈനിൽ കൂടി റിപ്പീറ്റായിട്ട് ചെയ്തെടുത്തുകൂടി തന്നെ വന്നു വരുമ്പോൾ നമുക്കത് ലെഫ്റ്റ് സൈഡും, അതായത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് ഒരേപോലെ കിട്ടില്ല. ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ മുകൾ വശം, നല്ല വശവും ചീത്ത വശവും ഒരേപോലെ ഇരിക്കും എന്നുള്ളതാണല്ലോ. അങ്ങനെ വരണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് വശം നമ്മുടെ കൺമുമ്പിലുണ്ട്, നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പല മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ ക്രോസ് ആയിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡിൽ കറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ഫ്രണ്ടും ഒരേപോലെ ഇരിക്കണം. അതിനുള്ളൊരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാനിത് വന്നിട്ടുണ്ട്, ഞാനിത് ഇവിടെ ആയിട്ടൊന്ന് കെട്ടിടുകയാണ്, കാരണം ത്രെഡ് തീർന്നിട്ടുണ്ട് എൻ്റെ.
നോക്കുക അടുത്തതിലേക്ക് കൊണ്ടുവന്നിട്ടാണ് കെട്ടിടുന്നത്. കാരണം ആ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കെട്ടിട്ട ഭാഗം മാത്രമായിരിക്കും നിങ്ങൾക്കിപ്പോൾ ഒരു ഇത് സെയിം അല്ലാത്ത രീതിയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ബാക്ക് വശം. അതായത് ബാക്ക് ഫ്രണ്ടും തമ്മിൽ തിരിച്ചറിയാനായിട്ടുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഒരു കെട്ട് മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ നോക്കുക ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ്റെ ഒരു സൈഡ് ചെയ്തിട്ട് തിരിച്ച് തന്നെ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. നോക്കുക തിരിച്ച് വരികയാണ്. അപ്പോൾ ആ ഒരു ചെക്ക് പോർഷൻസ് അവിടെ ഉണ്ടായിരുന്നതൊക്കെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. ഞാനിതിൻ്റെ കൂടെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ട കാര്യമല്ല, ഇത് നിങ്ങൾ നോക്കി ചെയ്യുന്നതിലാണ് കാര്യം. ഇത് നോക്കുക, പോസ് ചെയ്തിട്ട് ഞാൻ ഏത് രീതിയിലാണോ ചെയ്തു പോകുന്നത് അങ്ങനെ ചെയ്തു പോകുന്നതായിരിക്കും. ഇപ്പോൾ നോക്കുക ഞാൻ ഈ ഒരു അടുത്ത കാലിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്യാണ് തിരിച്ച് വന്നിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ കാലിൽ തുടങ്ങി കാലിൽ അവസാനിക്കേണ്ടതല്ലേ, അതിൻ്റെ അടുത്ത് വന്ന് അവസാനിക്കേണ്ടതല്ലേ. പക്ഷെ നിങ്ങൾ നോക്കിക്കോളുക, അവിടെ ഏകദേശം അവിടെ അടുത്ത് തന്നെ വന്ന് അത് അവസാനിക്കുന്നതായിരിക്കും. എന്നും പറഞ്ഞ് ഇത് അവസാനിച്ചില്ല എന്നും പറഞ്ഞ് നമ്മൾ ചെയ്ത് ശരിയല്ല എന്നൊന്നുമില്ല. പല രീതിയിൽ നമുക്കിത് ചെയ്യാം. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നോക്കുക ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് വന്ന് അവസാനിക്കുന്ന ഇങ്ങനൊരു ലൈൻ വന്ന് എൻഡ് ചെയ്യുകയാണ്. അങ്ങനെ എൻഡ് ചെയ്യുന്നിടത്ത് നമ്മൾ അത് കംപ്ലീറ്റ് അത് തിരിച്ചു പോയി കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗത്തേക്ക് മെയിൻ പോർഷനിലേക്ക് കടന്നു വരിക. ഇവിടെയൊക്കെ ഇങ്ങനെ തീർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലേക്ക് അവിടെ ഒരു ചെക്ക് മാതിരി നമുക്കൊരു 4 ചെക്സ് ഉണ്ട്. അപ്പം ഞാനത് സ്റ്റെപ്പായിട്ട് പോവുകയാണ്. ആ ചെക്ക് എത്രണ്ണം ഉണ്ടോ എണ്ണി കറക്റ്റായിട്ട് ആ മുകളിലോട്ട് പോയി. അത് കഴിഞ്ഞ് തിരിച്ചൊന്ന് വരികയാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി മുകളിലോട്ട് കയറി പോകും. അപ്പോൾ നമുക്കൊരു അന്നേരവും ചെക്ക് കംപ്ലീറ്റ് ആവില്ല കേട്ടോ. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഒന്നും കൂടി മുകളിലോട്ട് കയറി പോകുന്നു. അപ്പോഴും ആ ചെക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ ചെക്ക് കംപ്ലീറ്റ് ചെയ്ത് താഴെ തന്നെ തുടങ്ങിയെടുത്ത് കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഇത് വരാൻ പോകുന്നത്. ഇപ്പം ഇനി നമുക്ക് മുകളിലേക്കുള്ള ഫെദർ ഡിസൈൻസ് നോക്കുക. അത് വളരെ ഈസിയാണ് കേട്ടോ. അതൊരു കൺഫ്യൂഷനും ഇല്ല. കാണുമ്പോൾ കുറേ വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് നല്ല സുഖമായിട്ട് ഓരോ സൈഡിലേക്ക് നമ്മൾ പോകുന്നു, ഓരോന്ന് എൻഡ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ ചെക്ക് ഒരു ചെക്ക് മാതിരി ഉള്ളത് കംപ്ലീറ്റ് ഇത് വരുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസിലാണ് ചെയ്തതെങ്കിൽ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്ത് ആ ചെക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് വന്ന് അടുത്ത ചെക്ക് തുടങ്ങുന്നു. നോക്കുക ഇത് പിന്നെ തിരിച്ചു പോവാണ്. ഇതേപോലെ തന്നെ ആ അറ്റത്തേക്ക് വന്നിട്ട് നമുക്ക് അടുത്ത സൈഡിലേക്കുള്ള ഫെദറിൻ്റെ തന്നെ ആ ഒരു ഭാഗം ചെയ്യുന്നു. നോക്കുക ആ ചെക്ക് മുകളിൽ വരെ ചെന്നു. ഇനി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ആ ചെക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നതിന് ഒന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഈ ഭാഗത്തു കൂടി പോയിട്ട് ആ ചെക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. അടുത്ത ആ ലൈനിൻ്റെ താഴെ കൂടി വന്നു. കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും അതിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും സെയിം ആയിട്ട് തന്നെ നല്ല രസമായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി മുകളിലോട്ട് ചെയ്തു. അത് അടുത്ത ഫെദറിൻ്റെ അടുത്ത ചെക്ക് ഭാഗം ചെയ്യുന്നു. ഈ ഒരു നെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വന്ന് നമുക്ക് ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്ത് പോവുമോ, കറക്റ്റ് ഗ്യാപ്പ് നമ്മൾ ആ വരച്ചപ്പോൾ എങ്ങനെയാണോ ഗ്യാപ്പ് നിൽക്കുന്നത് അതേപോലെ തന്നെ കിട്ടും. പക്ഷെ നമുക്ക് ഇങ്ങനൊരു നെറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്രോപ്പർ രീതിയിൽ കിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി വരയ്ക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ചെക്കുകളൊക്കെ നമുക്ക് കുത്തുന്നത് വരച്ചതിൻ്റെ മുകളിൽ കൂടി ചെയ്യുന്നതിനെയും കാട്ടി പ്രോപ്പറായിരിക്കും ഇതേപോലെ ചെയ്യുമ്പോൾ. താഴെ കെട്ട് വന്നായിരുന്നു ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോളണം. താഴത്തെ ഭാഗം നമ്മൾ മുകൾ ഭാഗം മാത്രം കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. താഴത്തെ ഭാഗത്ത് ത്രെഡ് വന്ന് കുടുങ്ങിയാലൊന്നും അറിയാതെ പോവരുത്. അപ്പോൾ ഞാൻ ഈ ഫെദേഴ്സ് ഞാനൊന്ന് ഓടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ട് വേഗം ചെയ്തത്. ഇനിയിപ്പോൾ നോക്കുക ഇതിനകത്ത് ഈ ഒരു എൻഡിങ് പോർഷൻസ് നമ്മൾ മുകളിൽ ആ ഒരു ഇപ്പോൾ താഴത്തെ കാല് ചെയ്ത പോലെ തന്നെ ഒരു പോർഷനാണ് വരുന്നത്. അത് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പുകൾ നിങ്ങൾ കാണുന്നുണ്ടോ. സെൻറ്ററിലെ ലൈൻ നമ്മൾ ഇടയ്ക്ക് അതങ്ങ് തിരിച്ച് വരുമ്പോൾ തന്നെ അത് ഫില്ലായിക്കോളും.
നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് അറിയില്ല, ലെഫ്റ്റ് സൈഡിൽ ചെയ്തിരിക്കുന്ന ആ ഒരു പീക്കോക്കിൻ്റെ ഫെദർ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരച്ച ഡിസൈൻ തന്നെ ഞാൻ ആദ്യം കാണിച്ചതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ വരച്ചപ്പോൾ ആ ഫെദറിൻ്റെ നീളം ഞാൻ വിചാരിച്ച് ഒന്ന് റൈറ്റിലേക്ക് വരച്ചത് വ്യത്യാസമായി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അത് അഴിച്ച് ശരിയാക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ ഫൈനൽ ഇത് തമ്പനെയിലിൽ നിങ്ങൾ കാണുന്ന ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഡിസൈൻ വരച്ച് നമുക്ക് ചെയ്താലും ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ടൊക്കെ കിട്ടും കേട്ടോ. വരയ്ക്കുന്നതിൽ എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് നമ്മൾ അത് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ നോക്കുക, ഇനി ഇതിൻ്റെ നടുക്കോട്ട് പോകുമ്പോഴായിട്ട് കുറേ ചെക്ക് കാണുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അത് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് നോക്കുക, ഈ ചെക്കിൻ്റെ ഓരോ പോർഷൻസും ഞാൻ തിരിച്ച് വരുന്നുണ്ട്. ഇതിങ്ങനെ ഇതും തിരിച്ച് നോക്കുക. ഇതിപ്പോൾ 3 എണ്ണം വന്നതുകൊണ്ട് 3 എണ്ണം ഓർഡറിൽ പോയിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഒന്ന് ത്രെഡ് വലിഞ്ഞു പോയതുകൊണ്ടാണ് ഞാനിത് കുറച്ച് സൂം ചെയ്ത് കാണിക്കുന്നത്. നോക്കുക, 3 എണ്ണം അല്ല, 3 എണ്ണം അത് അഴിച്ചെടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇതേ 2 എണ്ണം വന്നിട്ട് തിരിച്ചു പോവുകയാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് ബാക്ക് ഫ്രണ്ട് സെയിം വരുന്ന രീതിയിൽ കിട്ടില്ല. ഇതിങ്ങനെ ഇതായിട്ടിടുമ്പോൾ ഇനി ഇത് തിരിച്ചു പോയിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ഇപ്പോൾ നോക്കുക, ആ ചെക്കിൻ്റെ താഴത്തെ ഭാഗങ്ങൾ മൊത്തം ഇപ്പോഴാണത് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇനി അത് മുകളിലോട്ട് നമ്മൾ ബാക്കി ഭാഗം വരെ ചെയ്തു പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ പീക്കോക്കിൻ്റെ ഡിസൈൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആവുകയാണ്. നോക്കുക, ഇടയ്ക്കൊന്ന് എക്സ്ട്രാ ഇതെടുത്ത് കുത്തിയതുകൊണ്ടാണ് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സൂചി നൂലും. നോക്കുക, ഒന്ന് തിരിച്ചു പോവുകയാണ്. ഇത് ഈ സിൽക്ക് ത്രെഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇങ്ങനെ കുറേ സ്റ്റാൻഡ് ഓഫ് ത്രെഡ് വരുന്നത് കൊണ്ടാണ്. പിന്നെ ഞാൻ ഈ നെറ്റ് എടുത്തിരിക്കുന്നതും ഈ ഒരു ത്രെഡിൻ്റെ കളറും ഗ്രീൻ ആയതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന്, ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളതുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കയ്യിൽ ഗ്രീനാണ് ഈ ഇതുള്ളത്, കുറച്ച് കൂടുതൽ തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു കളർ വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇത് കുറച്ചായിട്ട് കിട്ടാറില്ല. ഇത് ഞാനൊരു നെറ്റ് മൊത്തത്തിൽ വാങ്ങിയിരിക്കുകയാണ്. നോക്കുക, നമ്മൾ ചെയ്തെടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നത് കണ്ടോ. അത് കഴിഞ്ഞു ആ ഒരു ചെക്ക്, ആ സൈഡിലുള്ള ചെക്കുകൾ ഇപ്പോഴാണത് കംപ്ലീറ്റ് ചെയ്യുന്നത്. നോക്കുക, ഇപ്പോൾ നോക്കുക, നമ്മൾ തുടങ്ങിയെടുത്തല്ല, അതിൻ്റെ തൊട്ടടുത്താണ് ഇത് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. പക്ഷെ നമ്മളന്നേരം കെട്ടിടുമ്പോൾ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്തൊരു കെട്ടാണ് കേട്ടോ കാണുന്നത്. നോക്കുക, അതിൻ്റെ ഗ്യാപ്പ് കണ്ടല്ലോ, ആ ഗ്യാപ്പ് ഫില്ലാവുന്ന രീതിയിൽ നമ്മൾ എന്നിട്ട് കെട്ടിടുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ഡിസൈനായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ബാക്ക് ഫ്രണ്ടും ഒക്കെ സെയിമായി. ആ 2 കെട്ടുകളൊക്കെ തന്നെയാണ് വ്യത്യാസമായിട്ട് അറിയാനായിട്ടുള്ളൂ. കെട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ത്രെഡ് ഇച്ചിരി വലിഞ്ഞു നിന്നു, അതൊന്ന് അഴിച്ചെടുത്തിട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡിസൈൻ്റെ ബാക്ക് വശം എന്ന് പറയുന്നത്. ആ കെട്ടിച്ചിരി കൂടുതലായിപ്പോയിട്ടോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇട്ട് പിന്നെ ചെയ്യുന്നത്. സോ ഇതാണ് ഡിസൈൻ. നോക്കുക, നമ്മുടെ പീക്കോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെറ്റ് അഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നെറ്റ് അഴിച്ചെടുക്കുകയാണ്. ബാക്കി എക്സ്ട്രാ ഉള്ള ത്രെഡൊക്കെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഒരു ഇത് വെച്ച് ഇങ്ങനെ വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് പല രീതിയിൽ പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട് ഏത് രീതിയിലാണ് ഇത് അഴിച്ചെടുക്കേണ്ടതെന്നുള്ളത്. സോ ഇതേമാതിരി ഒരു ടീസർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രെഡിൽ നിന്ന് വലിച്ചെടുക്കുന്ന ടീസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സുഖമായിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു സിസർ വെച്ചിട്ട് ഞാനൊന്ന് എടുത്തിട്ട് അത് അതിൻ്റെ ബെൻഡായിട്ടുള്ളതാണ് അതിൻ്റെ തുമ്പ്, അതുകൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ മൊത്തം അഴിച്ചെടുക്കുക. ഇതൊരു ബ്ലൗസ് മെറ്റീരിയലിൻ്റെ ബാക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. സാരിക്ക് മാച്ചിങ് ആയിട്ട് ഗ്രീൻ കളറിൽ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. വളരെ ഭംഗിയായിട്ടുള്ള വർക്കാണ് കേട്ടോ കസൂത്തി വർക്ക്. സോ അത് കഴിഞ്ഞത് നോക്കുക, ബാക്കിയുള്ളത് ശരിക്കും ഒരു രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇത് അഴിച്ചെടുത്തിട്ട് ഈ ത്രെഡിങ്ങിന് അഴിച്ചഴിച്ച് കളയുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പീക്കോക്ക് ഫുള്ളായിട്ട് ഫിനിഷായിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുക, ബാക്ക് സൈഡും നമുക്ക് ആ ഒരു സെയിം തന്നെയായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് മിറർ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഡിസൈൻ നോക്കുക. അതിൻ്റെ സ്ലീവ്സിൽ ഒരു ഇച്ചിരി ചെറിയ രീതിയിലുള്ളൊരു പീക്കോക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ വലുത് ചെയ്യാൻ അറിയാവുന്നവർക്ക് ചെറുതും ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അതിൻ്റെ ഒരു വീഡിയോ ഒന്നും കാണിക്കാതിരുന്നത്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.